ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 101 ഉത്തരാർദ്ധത്തിലെ അധ്യായം 7 ഒന്നാമത്തെ ഖണ്ഡമാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ സോമമാണ് ദേവത. അതായത് പിഴിയുമ്പോൾ, അതായത് സോമയാഗം നടത്താൻ വേണ്ടിയിട്ട് അഗ്നിയിൽ അർപ്പിക്കാൻ വേണ്ടിയിട്ട് സോമം പിഴിയുമ്പോൾ ചൊല്ലുന്നതാണ്. അപ്പം പറഞ്ഞാൽ തിരിച്ചും പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പിഴിഞ്ഞെടുക്കുക. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം. 381 മന്ത്രമാണ്. അതിൽ പറഞ്ഞു നിൽക്കുന്ന ഈ യജ്ഞത്തിൽ എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്ന സോമം ഇന്ദ്രാദികൾക്ക്, ദേവതകൾക്ക് നൽകാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന സോമം അഗ്നിയിൽ അർപ്പിച്ചിട്ട് മുകളിലേക്ക് എത്തുമ്പോൾ അത് ഇന്ദ്രനാണ് സ്വീകരിക്കുന്നത്. അവിടെയുള്ള ദേവതകൾ, മേഘങ്ങളെല്ലാം ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ്, അതൊന്നും ഈശ്വരനല്ല. അപ്പം ഇന്ദ്രനെല്ലാം വേണ്ടിയാണ് നൽകുന്നത്. അത് അവർക്ക് പ്രിയപ്പെട്ട മധുരമുള്ള രസമാണ്. ഇന്ദ്രന് പ്രിയപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ എപ്പോഴാണ് പ്രിയപ്പെടുക? ഇന്ദ്രൻ ചെയ്യാൻ പോകുന്ന കർമ്മത്തിന് സഹായിക്കുമ്പോൾ. ഇന്ദ്രൻ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്? മഴ പെയ്യിപ്പിക്കാൻ നോക്കിയാണ്, മേഘങ്ങളെ യോജിപ്പിച്ചിട്ട്. പക്ഷെ അതിന് കഴിയുന്നില്ല. അതായത് മഴ പെയ്യാത്ത സമയത്ത് എന്തോ ഒരു തടസ്സം അവിടെയുണ്ട്. ആ തടസ്സത്തെ നീക്കാനാണ് ഈ സോമം ചെല്ലുമ്പോൾ, അയനൈസ്ഡ് സോമം ചെല്ലുമ്പോൾ മേഘങ്ങൾ പെട്ടെന്ന് കൂടിച്ചേരും. അപ്പം ഇന്ദ്രന് സഹായകരമാകും. അപ്പം ഇന്ദ്രന് മധുര രസമാണ്. അപ്പം നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഈ സോമം. എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്? മഴ പെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷിയെല്ലാം നടത്താം. ഫലം നൽകുന്നതും, നമ്മൾ യജ്ഞം ചെയ്ത് കഴിഞ്ഞാൽ ഫലം കിട്ടും. നല്ല ശാസ്ത്രീയമായി ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക. ധനം നൽകുന്നതും, എങ്ങനെയാണ് ധനം നൽകുന്നത്? മഴ പെയ്തു കഴിഞ്ഞാൽ കൃഷി ചെയ്യാം, നല്ല വിളവുണ്ടാകും, ധനം നേടും. മദം നിറഞ്ഞതും, എന്താണ് ഈ രസത്തിൻ്റെ പ്രത്യേകത? സോമം, പിഴിഞ്ഞ സോമം അത് അയനൈസ്ഡ് ഫോമിലാണ്. ആൾക്കഹോൾ എന്ന് പറയുന്നതെല്ലാം ഏകദേശം ആ രൂപത്തിലുള്ളതാണ്, ചാർജ് ഉള്ളതാണ്, അല്ലെങ്കിൽ അയനൈസ്ഡ് ഫോമിലുള്ളതാണ് ആൾക്കഹോളുകളെല്ലാം. അതിനാണ് മദ്യം എന്ന് പറയുന്നത്. ആ രൂപത്തിലായതുകൊണ്ടാണ് ഇന്ദ്രന് മദം നൽകുന്നതും. സന്തോഷവും ആനന്ദവും നിറഞ്ഞതും, ഇന്ദ്രനും സന്തോഷിക്കും, നമുക്കും സന്തോഷം മഴ പെയ്തു കഴിഞ്ഞാൽ. ആനന്ദം എല്ലാം നിറഞ്ഞതും ഇന്ദ്രനെ സേവിക്കുന്നതുമായ സോമം. ഈ സോമം ഇന്ദ്രനെയാണ് സേവിക്കുന്നത്. എന്തിന്? ഇന്ദ്രനെ സഹായിക്കുകയാണ് മഴ പെയ്യിക്കാൻ. ആകാശത്തിനും ഭൂമിയിലും ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ധനത്തെ യജ്ഞം നടത്തുന്നവർക്ക് നേടിക്കൊടുക്കുന്നു. യജ്ഞം നടത്തുന്നവരെന്തിനു വേണ്ടിയാണ് യജ്ഞം നടത്തുന്നത്? മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ധനം, ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്കിലുള്ള ധനം നേടിത്തരുന്നു. ധനം എന്ന് പറയുന്ന മഴയും ധനമാണ്. മഴ പെയ്താൽ കിട്ടുന്ന കൃഷിയിലൂടെ നേടുന്നതും ധനമാണ്. അതെല്ലാം ആർക്ക് നേടിക്കൊടുക്കും? ഈ യജ്ഞം നടത്തുന്നവർ. യജ്ഞം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മഴ പെയ്യിപ്പിച്ചിട്ട് കൃഷി ചെയ്തിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി 382 രണ്ട് ലോകത്തിൻ്റെയും നാഥനാണ്. രണ്ട് ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെയും ഭൂമി അന്തരീക്ഷത്തിൻ്റെ എല്ലാം നാഥനായ ബുദ്ധി തികഞ്ഞവനാണ്. എന്തുകൊണ്ടാണ് ബുദ്ധി ഉണ്ട് എന്ന് പറയുന്നത്? ഈ സോമത്തിന് അവിടെ പോയിട്ട് മേഘങ്ങളെ യോജിപ്പിക്കാനുള്ള കഴിവുണ്ട്, മഴ പെയ്യിപ്പിക്കാൻ. ഇന്ദ്രന് പോലും പറ്റാതെ ഇരിക്കുമ്പോഴാണ് ഇത്. അപ്പോൾ ബുദ്ധി തികഞ്ഞവനാണ്. സയൻസിലൂടെയാണ് ആ മേഘങ്ങളെ യോജിപ്പിക്കുന്നത്. എന്ത്? അയനൈസ്ഡ് കണങ്ങൾ അതിൻ്റെ ഇടക്കെത്തിക്കഴിഞ്ഞാൽ മേഘങ്ങൾ പെട്ടെന്ന് കൂടിച്ചേരും. ശക്തിയാർന്നവനാണ്. അപ്പോൾ അതിനുള്ള ശക്തിയുണ്ട്. പച്ച നിറത്തിലാണുള്ളത്. അതിനെന്തുണ്ട്? പച്ച നിറമുണ്ട് പിഴിഞ്ഞെടുത്ത സോമത്തിന്. ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് പാത്രത്തിലേക്ക് വീഴുന്നത്. ശബ്ദം എന്തുകൊണ്ടാണ് ശബ്ദമുണ്ടാകുന്നത്? പിഴിഞ്ഞെടുക്കുമ്പം വീഴുമ്പം ശബ്ദം ഉണ്ടാകും, അതൊരു ശബ്ദം. അതുമാത്രമല്ല, അയോണൈസ് മാറുമ്പോൾ, ആ അയണ് കൂടി ചേരുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. ഏത്? മേഘങ്ങൾ അയനൈസ്ഡ് പാർട്ടിക്കിൾ, ചാർജുള്ള മേഘങ്ങളാണ് യോജിക്കുന്നത്. അപ്പോൾ അവ കൂടിച്ചേരുമ്പോഴാണ് ഇടിമിന്നൽ എന്ന്. അതുമാതിരി പാത്രത്തിൽ വന്നുള്ളത് അയനൈസ്ഡ് ഫോമിലായതുകൊണ്ട് കൂടിച്ചേരുമ്പം ചിലപ്പോഴെല്ലാം കൂടിച്ചേർന്ന് കളയും ചിലത്. അപ്പോൾ ശബ്ദമുണ്ടാക്കും. അങ്ങനെയാണത് പാത്രത്തിലേക്ക് വീഴുന്നത്. അതെങ്ങനെയുള്ളതാണ്? ശുദ്ധമാക്കപ്പെട്ടതാണ്.
ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നതാണ്. അത് ശുദ്ധീകരിച്ചിട്ടാണ്, ചെടിയിൽ നിന്ന് കിട്ടുന്ന നീരുകൾ വളരെ ശുദ്ധീകരിച്ചിട്ട്, ശാസ്ത്രീയമായി ശുദ്ധീകരിച്ചിട്ടാണ് അത് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നവനാണ്. എന്താണ് ആഗ്രഹം? മഴ പെയ്പ്പിക്കുക. അത് നമ്മുടെ നമ്മളോട് സൗഹൃദത്തോടു കൂടി നമുക്ക് വേണ്ടിയിട്ട് പാത്രത്തിൽ വീഴുന്നു. ഇനി 383 ജലത്തിനു മുമ്പായി തന്നെ ഈ സോമം, ജലത്തിന് മുമ്പായി എന്ന് പറഞ്ഞാൽ മേഘം മഴയായി പെയ്യുന്നതിന് മുമ്പ് തന്നെ സോമം ഇടും. മഴയായി പെയ്യെങ്കിൽ പിന്നെ സോമം അയക്കേണ്ട ആവശ്യമില്ലല്ലോ. മഴ പെയ്യാതെ കൊണ്ടല്ലേ, മേഘം മഴയായി പെയ്യാത്തത് കൊണ്ടാണ് ജലം വരുന്നതിന് മുമ്പ് തന്നെ സോമം എന്ത് ചെയ്യുന്നത്? പരിശുദ്ധമാക്കപ്പെടണം. നമ്മളെല്ലാം യാഗം ചെയ്യുമ്പോഴേക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നടത്തിയിട്ട് കാര്യമുണ്ട്. അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സോമത്തെ ശുദ്ധമാക്കിയിട്ട് എത്തണം. മഴ പെയ്യുന്നതിനെക്കാട്ടി മുമ്പിലെത്തണം. മഴ പെയ്യുമ്പോൾ പിന്നെ ഈ യാഗം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം മഴ പെയ്യുന്നതിനെക്കാട്ടി മുമ്പിൽ ഇത് ശുദ്ധീകരിച്ചിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കണം. കിരണങ്ങളാലാണ് അത് അന്തരീക്ഷത്തിൽ എത്തിച്ചേരേണ്ടത്. കിരണങ്ങൾ എന്ന് പറഞ്ഞാൽ അയനൈസ്ഡ് ഫോമിലാണ് അതങ്ങ് അന്തരീക്ഷത്തിൽ എത്തിച്ചേരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ശത്രുക്കളുടെ അന്നം നമുക്ക് നേടിത്തരും. ശത്രുക്കൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അന്നമുണ്ടാകുന്നത്. എങ്ങനെയാണ് അന്നമുണ്ടാകുന്നത്? അത് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ജലം. മേഘങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ജലം. അപ്പോൾ അത് അന്നമാണ്. അല്ലെങ്കിൽ കൃഷി ചെയ്താൽ കിട്ടുന്നതും മഴ പെയ്താൽ കിട്ടുന്നതും അന്നമാണ്. അപ്പോൾ ഇതിനെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഏതോ ഒരു ശക്തി. അവിടെ മേഘങ്ങൾ കൂടിച്ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ശക്തി, അതാണ് ശത്രു. അതിൽ ഇത് ആയുധങ്ങളുമായി അവിടെ എത്തിച്ചേരുകയാണ്. എന്താണ് ആയുധം? അയനൈസ്ഡ് ഫോമിൽ അതവിടെ എത്തിച്ചേരുകയാണ്. എന്തിന്? ആ തടസ്സങ്ങളെ, മേഘം കൂടിച്ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള നിന്നെയാണ് അധ്വരികൾ എന്ത് ചെയ്യുന്നത്? പിഴിഞ്ഞെടുക്കുന്നത്. ഇപ്പം പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാടുന്നതാണ്. ഇനി 384 ഗോക്കളുടെ ആഗ്രഹം സാധിപ്പിക്കാനും പശുക്കളുടെ. കാരണം എന്താ? മഴ പെയ്താൽ പശുക്കൾക്ക് പുല്ല് കിട്ടും. കുതിരകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. കുതിരക്ക് എന്ത് വേണം? കുതിരക്ക് ഇതെല്ലാം വേണ്ടേ, തിന്നാനും എല്ലാം വേണം. അപ്പോൾ ഈ മഴ പെയ്താലേ അതെല്ലാം സുഭിക്ഷമായിട്ട് ലഭിക്കുകയുള്ളൂ. പുത്രന്മാരുടെ ഇച്ഛ. പുത്രന്മാരെന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്കെല്ലാം മഴ പെയ്താലല്ലേ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ. സേവകന്മാരുടെ ഇച്ഛയാലും, ഈ യജ്ഞം ചെയ്യുന്ന സേവകന്മാരുടെ ഇച്ഛയാലും യാഗകർത്താവിന് വേണ്ടി ഇത് അതിൻ്റെ രസം വിട്ടുതരുന്നു. ഈ ചെടി അതിൻ്റെ നീര് യാഗം ചെയ്യുന്നവർക്ക് വേണ്ടി പിഴിഞ്ഞെടുക്കുമ്പോൾ വിട്ട് തരികയാണ്. ഇതെല്ലാം ചൊല്ലിക്കൊണ്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്, ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്നത്. ഇനി 385 യാഗം ആഗ്രഹിക്കുന്നവർക്കുടെ മുമ്പിൽ ശോഭിതരായിത്തീരുന്ന അവരുടെ കൈകളാൽ പിഴിഞ്ഞെടുക്കുന്ന സോമം രോമം കൊണ്ടുള്ള പാത്രത്തിൽ ശുദ്ധിയായി വീഴുന്നു. രോമം കൊണ്ടുള്ള പാത്രത്തിലാണ് ഇതിനെ ഇടിച്ചു പിഴിഞ്ഞിട്ട് അരിച്ച് പാത്രത്തിലേക്ക് വീഴുന്നത്. ഇനി 386 ഹവിസർപ്പിക്കുന്ന യാഗകർത്താവിനോട് വേണ്ടിയിട്ട്, അതായത് ഈ യജ്ഞം നടത്തിക്കാൻ ഒരാളുണ്ടാവുമല്ലോ, നേതൃത്വം കൊടുക്കുന്ന, എല്ലാം ഒരുക്കി കൊടുക്കുന്ന ആ യജ്ഞകർത്താവിന് വേണ്ടി ഭൂമിക്കും അന്തരീക്ഷത്തിനും ഇടയിലുള്ള എല്ലാ ധനങ്ങളും, പശുക്കളടക്കമുള്ള ധനങ്ങളും നമുക്ക് വർഷിച്ചു തരിക എന്ന് പറയുകയാണ്. അതായത് നീ വർഷിക്കുമ്പോൾ എന്തുണ്ടാവും? ധാന്യങ്ങളുണ്ടാവും, പശുക്കളുണ്ടാവും, കുതിരകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാ ധനവും നമുക്ക് നേടിത്തരും. അതിനുവേണ്ടി നീ വർഷിക്കുക. ഇനി 387 ദേവന്മാരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന സോമത്തോട് പറയുകയാണ്. ദേവന്മാരുടെ ആഗ്രഹം. ദേവന്മാരാരാണ്? അവിടെ ഇന്ദ്രൻ കാത്തുകൊണ്ട് ഇരിക്കുകയാണ് ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ദ്രൻ അവിടെ ജോലി ചെയ്യണ്ടെങ്കിൽ, മേഘങ്ങളെ യോജിപ്പിച്ച് മഴ പെയ്യിപ്പിക്കണ്ടെങ്കിൽ ഇതിൻ്റെ സഹായം വേണം. ആ മേഘങ്ങൾക്കും അതിൻ്റെ ആവശ്യം വേണം. മേഘങ്ങൾക്കും കൂടണമെന്നുണ്ട്, പക്ഷേ ഏതോ ഒരു ശക്തി തടുത്തു വയ്ക്കുകയാണ്.
അപ്പോൾ ആ ദേവന്മാരുടെ എല്ലാം ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന സോമത്തോട് പറയുകയാണ്. അപ്പം ദേവന്മാർ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവന്മാരാണ്, മേഘങ്ങളും എല്ലാം. അത് ഈശ്വരനല്ല. അത് നമ്മൾ പ്രത്യേകം ഈശ്വരനെയും ദേവന്മാരും രണ്ടും രണ്ടായിട്ട് കാണണം. അല്ല, ഈ ദേവന്മാരെ ഈശ്വരനായിട്ട് കണ്ടുകൂടാ. അങ്ങ് പരിശുദ്ധമായ രീതിയിൽ വേഗത്തിൽ വർഷിച്ചാലും, അപ്പം സോമത്തോട് പറയുകയാണ്, നീ അവിടെ പോയിട്ട് ദേവന്മാരെയെല്ലാം തൃപ്തിപ്പെട്ടിട്ട് പരിശുദ്ധമായ നിലയിൽ, ശുദ്ധമായ നിലയിൽ പോകണം, അയനൈസ്ഡ് ഫോമിൽ പോകണം. ഇതെല്ലാം കൂടിച്ചേർന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യില്ല. ഇതിനെയെല്ലാം ഈ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനത്തിലൂടെ വിഘടിച്ചിട്ട് അയോൺസ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. ചിലതെല്ലാം കൂടിച്ചേരും, അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. നീ കൂടിച്ചേരാതെ ശുദ്ധമായ രീതിയിൽ അവിടെ എത്തിച്ചിട്ട് മഴയെ വർഷിച്ചാലും ഞങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ഇന്ദ്രനെ പ്രാപിക്കുക. ഇന്ദ്രനാണ് അവിടെ എല്ലാത്തിൻ്റെയും മേൽനോട്ടം. മേസ്ത്രി ഇന്ദ്രനാണല്ലോ. അപ്പം ഇന്ദ്രനാണ് അവിടെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പം ഇന്ദ്രനെ നീ പ്രാപിക്കുക. ഇനി 388. ആരാണോ ഇത് അർച്ചിക്കുന്നതും അർപ്പിക്കുകയും ചെയ്യുന്നത്, അതായത് ഈ യജ്ഞം ആരിലൂടെയാണോ നടത്തപ്പെടുന്നത്, അവർ ആഗ്രഹിച്ച ഫലം ഉടനടി തന്നെ നൽകുന്ന സോമമേ. ഈ യജ്ഞം ചെയ്യുന്ന ആൾക്കാർ ആരാണോ ആഗ്രഹിക്കുന്നത് ഇത് അഗ്നിയിൽ അർപ്പിക്കുന്നത്, അവരുടെ ആഗ്രഹം ഉടനെ സാധിപ്പിച്ചു തരുന്ന സോമത്തോട് പറയാണ്, നീ ഞങ്ങൾക്കായി ധനവും ജലവും നീക്കി തന്നാലും. നമുക്ക് എന്തെല്ലാം നേടേണ്ട? ജലം തരണം, മഴ തരണം, ധനം തരണം. മഴ പെയ്യുമ്പോൾ കൃഷിയിലൂടെ ധനവും നേടിത്തരും. ഇത് പറഞ്ഞുകൊണ്ട് പിഴിയുകയാണ്, പിടിച്ചു പിഴിയുകയാണ്. ആ പ്രക്രിയ ചൊല്ലുമ്പോൾ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. 389. എനിക്കെല്ലാം അറിയുന്ന സോമമാണ്. ഈ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നെല്ലാം സോമത്തിനറിയാം. സോമമാണ് എല്ലാമായി മാറുന്നത്, ഇൻപുട്ടാണ്. അരിയും വെള്ളത്തിനും അറിയാം ഞാൻ നാളെ എന്താണ് ആയിത്തീരാൻ പോകുന്നതെന്ന്. പാത്രത്തിലിട്ട് ചൂടാക്കുമ്പം ചോറായിത്തീരും. അരിക്കറിയാലോ, അരി തന്നെയാണല്ലോ ചോറായി മാറുന്നത്. അപ്പോൾ സോമം എന്ന് പറയുന്ന ഈ ഇൻപുട്ടാണ്. എല്ലാം അറിയുന്ന സോമമേ, അത് ധാരധാരയായിട്ട് അമൃതക്കണക്കിന് പ്രവഹിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ ആഗ്രഹം സഫലമാകുന്നു. പാത്രത്തിലാണല്ലോ വന്ന് നിറയുന്നത്. അപ്പോൾ ആ പാത്രത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു. മാത്രമല്ല, മഹനീയ കർമ്മം ചെയ്യാൻ പോകുന്ന സോമത്തോട് പറയുന്നു, നീ ഈ പാത്രത്തിൽ ശുദ്ധമായ നിലയിൽ വന്ന് പതിച്ചാലും, അതിൽ ഉൾക്കൊണ്ടാലും, അതായത് പാത്രത്തിൽ വന്ന് നിറഞ്ഞു കിടന്നാലും. ഇനി 390. അങ്ങയെ അതായത് സോമത്തെ പശുവിൻ്റെ നെയ്യും മറ്റുമായി ചേർക്കുമ്പോൾ, ഈ സോമം ഇടിച്ചു പിഴിയുമ്പോൾ അതിൻ്റെ കൂടെ വേറെ സാധനങ്ങളും ചേർക്കുന്നുണ്ട്. അതിലൊന്നാണ് പശുവിൻ നെയ്യ്. പശുവിൻ നെയ്യും മറ്റുമായി അങ്ങനെ പലതുമായി ചേർക്കുമ്പോൾ അങ്ങ് വമ്പിച്ച രീതിയിലാണ് പൂർണ്ണ വിജയം നേടത്തക്കവണ്ണമുള്ള രീതിയിൽ പാത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് വിജയം നേടുക എന്ന് പറഞ്ഞാൽ മേഘങ്ങളെ യോജിപ്പിക്കുക, മഴയാക്കി മാറ്റുക. ആ വിജയം നേടാൻ പൂർണ്ണ ശക്തിയായി തീരുന്നു എന്ത് ചെയ്യുമ്പോൾ? ഈ ഇടിച്ചു പിഴിയുന്ന അതിനോടൊപ്പം നെയ് പോലെയുള്ള മറ്റ് വസ്തുക്കളും ചേർക്കുമ്പോൾ. ഇനി 301. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന നീ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കും. നമ്മുടെ ആഗ്രഹം എന്താ? മഴ പെയ്യിപ്പിക്കൽ തന്നെ. രസമൊഴുക്കുന്നതും, രസമൊഴുക്കുക എന്ന് പറഞ്ഞാൽ അത് പാത്രത്തിൽ ഒഴുകുക, അല്ലെങ്കിൽ മഴ രസം തന്നെയാണ്. മഴയെ വർഷിക്കുന്നതും സ്വർഗത്തെ ധരിക്കുന്നു. നീ മുകളിലേക്കാണ് പോകുന്നത്, മുകളിൽ പോകുമ്പോൾ സ്വർഗമാണല്ലോ. അങ്ങനെയുള്ള സോമത്തോട് പറയുകയാണ്, നീ ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ശോഭിതമായി തീരണേ. അതായത് നല്ല ശോഭ കലർന്ന രീതിയിൽ, പവിത്രമായ രീതിയിൽ, നല്ല പൂർണ്ണ ശുദ്ധമായ രീതിയിൽ നമ്മളെ പാത്രത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഇങ്ങനെ പിഴിയും തോറും ആവർത്തിച്ചാവർത്തിച്ച് വീണുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. ഇനി 392. ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന പച്ച നിറത്തിലുള്ള
ഉത്തമ മിത്രത്തെ പോലെ പ്രവർത്തിക്കുന്ന ദർശനീയമായ സോമം ശബ്ദത്തെ നിർമ്മിക്കുന്നു. അപ്പൊ ഈ സോമം എന്തിലാണ്? നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്ന സോമമാണ്. അത് പച്ച നിറത്തിലാണുള്ളത്. ഒരു മിത്രത്തെ പോലെയാണ്, നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് വരുന്നത്. നമ്മൾ എങ്ങനെയാ സഹായിക്കുന്നത്? മഴ പെയ്യിപ്പിച്ചിട്ട്. ശബ്ദം അത് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു അയനൈസ്ഡ് ഫോമിലാവുമ്പോൾ അത് ശബ്ദമുണ്ടാക്കും. സൂര്യനെ പോലെ തിളങ്ങുകയും ചെയ്യും. അതായത് അത്രയും ശക്തിമത്താണത്. ഇനി 393 സോമത്തിൻ്റെ ശക്തി കൊണ്ടാണ്, ഈ പറയുന്ന സോമത്തിൻ്റെ ശക്തി കൊണ്ടാണ് നാം ആഗ്രഹിക്കുന്ന സ്തുതികളെ, നാം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മൾ അർപ്പിക്കുന്ന സ്തുതികളെ സ്വീകരിക്കുന്നത്. ആ സോമം പവിത്രീകരിക്കുന്ന എങ്ങനെയാണ്? സ്തുതികളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ പറയുന്ന സ്തുതികളുടെ രീതിയിലാണ്. സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രതത്വം, വേദങ്ങളിൽ പറയുന്ന മന്ത്രങ്ങൾ, ഈ പറയുന്ന രീതിയിൽ സ്തുതിക്കുന്ന തരത്തിൽ പവിത്രമായ രീതിയിൽ ആണ് നിന്നെ ശുദ്ധീകരിച്ച് എടുക്കുന്നത്. ആ സ്തുതി വചനങ്ങളുടെ ശക്തിയാലാണ്. ആ ശാസ്ത്രത്തിൻ്റെ അത് പിഴിഞ്ഞെടുക്കുന്നതിനല്ല ഒരു ശാസ്ത്രമുണ്ട്. ഇങ്ങനെ ഇടിക്കണം, ആദ്യം ആ ചെടീൻ്റെ വള്ളി ഇങ്ങനെ എടുക്കണം, അതിനെ കഴുകി വൃത്തിയാക്കി ഇത്തരത്തിൽ ഇടിച്ച് പിഴിഞ്ഞ് ഇന്ന തരത്തിൽ പിഴിയണം, ഇന്ന അരിപ്പയിലൂട്ട് അരിക്കണം, ഇന്ന കമ്പിളിയിലൂട്ട് അരിക്കണം, പശു ഇന്ന രോമത്തിലൂട്ട് അരിച്ചെടുക്കണം എന്നെല്ലാം പറയുന്ന ശാസ്ത്രം ഉണ്ടല്ലോ. തോന്നുന്നമാതിരി ചെയ്താൽ പറ്റില്ലല്ലോ. അപ്പം ആ സ്തുതിവചനങ്ങളുടെ സഹായത്താലാണ് അവിടുന്ന് മതകാരിയായിത്തീരുന്നത്. അതിന് നല്ല ആൽക്കഹോളിക് ഫോമിലായിട്ട് അത് തീരുന്നത്. ഇനി 394 നീ ലോകത്തെ നിലനിർത്തുന്നവനാണ്, ലോകത്തിൻ്റെ നാഥനാണ്. ഈ ലോകം നിലനിർത്തണ്ടെങ്കിലും മഴ പെയ്യണം. മഴയുള്ളിടത്തല്ലേ ലോകം ഉണ്ടാവും. ലോകം തന്നെ വെറുതെ ഇങ്ങനെ കുറേ കല്ലും ഗോളങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. അതിൽ ജീവജാലങ്ങൾ, ചെടികൾ ഉണ്ടാകണമെങ്കിൽ മഴ വേണം, ജലം വേണം. അപ്പം ലോകത്തെ നിലനിർത്തുന്നതും ലോകത്തിൻ്റെ നാഥനും. മഴയില്ലാത്ത കാലത്താണ്, മഴയില്ലാതെ വരണ്ടു പോയ ലോകം മുഴുവൻ, ആ സ്ഥലം മുഴുവൻ നശിച്ചു പോകും. അപ്പോഴാണല്ലോ ഇത് മഴ പെയ്പ്പിച്ച് രക്ഷിക്കുന്നത്. അങ്ങയുടെ അക്രമികളെ, അങ്ങയുടെ അക്രമികളാരാണ്? ആകാശത്തിൽ മേഘങ്ങളെ കൂടിച്ചേർന്ന് തടസ്സമായി നിൽക്കുന്ന ശക്തികളെ അങ്ങയുടെ മതത്താൽ ഈ രൂപത്തിൽ അയനൈസ്ഡ് ഫോമിലെത്തുമ്പോൾ അങ്ങ് ആ രൂപം ധരിച്ച് പോകുവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ആ ശക്തി സംഭരിച്ചുകൊണ്ട് നീ പോവുക. അയണൈസ്ഡ് ഫോമിൽ നീ പോയിട്ട് നിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക. ഇനി 395 യാഗത്തിൻ്റെ പുരാതന രൂപമായ ഈ പറയുന്ന സോമയാഗം നടത്തിയിരിക്കുന്നത് പണ്ട് കാലത്ത് ഋഷികൾ മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിലാണ് മഴ പെയ്യിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പുരാതന ആത്മരൂപമാണ് അങ്ങ്. ഞങ്ങൾക്ക് ആ തരത്തിൽ അന്ന് ഋഷികൾ അത് ഉപയോഗിച്ച ആ രീതിയിൽ ഉള്ള സോമത്തോട് ഇന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ഗോക്കളെയും പുത്രന്മാരെയും, നമുക്കും ഗോക്കളെ, പശുക്കളെ, പുത്രന്മാരെ, സേവകന്മാരെയും കുതിരകളെയും എല്ലാം നൽകുക. നമുക്കുള്ള ശക്തി, ഭക്ഷണം, അന്നം എല്ലാം മഴ പെയ്താലാണ്. മഴയില്ലാത്ത കാലത്താണ് ഇത് കൃത്രിമമായിട്ട് പെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി 396 സോമത്തോട് പറയുന്ന, അങ്ങ് മഴ പെയ്യിപ്പിക്കുന്ന മേഘത്തെ പോലെ ഇന്ദ്രവർദ്ധകമായ രസത്തെ ധാരധാരയായി അമൃതത്തോടെ വർഷിച്ചാലും അങ്ങ് മഴ പെയ്യിപ്പിക്കുന്നത് പോലെ നമുക്ക് ഇന്ദ്രവർദ്ധകമായ രസത്തെ, ഇന്ദ്രൻ നമ്മുടെ രസത്തെ വർദ്ധിപ്പിക്കുന്നു. എന്ത് രസത്തെയാണ് വർദ്ധിപ്പിക്കുന്നത്? അമൃത് സമാനമായിട്ട് വർഷിക്കുന്ന ഇന്ദ്രനാണ്. അമൃത് സമാനമായിട്ടാണ് വർഷിക്കുന്നത്. യഥാർത്ഥത്തിൽ മഴ വർഷിക്കുന്നത് ആരാണ്? ഇന്ദ്രനാണ്. സോമം അവിടെ പോയിട്ട് സഹായിക്കുന്നേ ഉള്ളൂ ഇന്ദ്രനാണ്. മേഘങ്ങളെ പെട്ടെന്ന് കൂടിച്ചേരാൻ സഹായിക്കുക മാത്രമേ ഇന്ദ്രൻ സോമം ചെയ്യുന്നുള്ളൂ. മഴ വർഷിക്കുന്നത് ഇന്ദ്രനാണ്. ആ മഴ എങ്ങനെയാണ് വർഷിക്കുന്നത്? അമൃത സമാനമായിട്ടാണ് വർഷിക്കുന്നത്. അപ്പം ഇത് പോയിട്ട് മഴ പെയ്യിപ്പിക്കുന്നു.
ആ മഴ അമൃത സമാനമായിട്ട് മാറ്റുകയാണ് ആര് ചെയ്യുന്നത്? ഇന്ദ്രൻ. ആ പെയ്യുന്ന മഴയിൽ എന്തെല്ലാം ഉണ്ട്? വെറും വെള്ളം മാത്രമൊന്നുമല്ല, ഇടിമിന്നലിലൂടെ അതിൻ്റെ അകത്ത് വളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പോഷകമൂല്യമുള്ള മഴയാണ് ചെടികൾക്ക് കിട്ടുന്നത്. അപ്പം ചെടികൾക്ക് വെള്ളത്തോടൊപ്പം എന്തും കിട്ടുന്നുണ്ട്? വളവും കിട്ടുന്നുണ്ട്. നൈട്രേറ്റ് വളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട്? ഇടിമിന്നലിലൂടെ. ആ യജ്ഞാലം ചെയ്യുന്നത് ആരാണ്? ഇന്ദ്രനാണ്. അതുകൊണ്ടാണ് അമൃത സമാനമായി അങ്ങ് വർഷിച്ചാലും